ചന്നംപൊയ്ക നിവാസികളായ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, ഈ യോഗ സ്ഥലത്തേക്ക് വന്നെത്തണമെന്ന് അറിയിക്കുന്നു. ബഹുമാന്യനായ MLA ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. സ്വാഗതം പറയുന്നതിന് മുമ്പ് നമുക്ക് 40 ലക്ഷം രൂപ ചാണാമ്പയ്യ കിഴക്കനാല പാലം റോഡിനെ അനുവദിച്ച MLAക്ക് 1000 നന്ദി അറിയിക്കുന്നു. ചാണാമ്പയ്യ റോഡിനെ ഏറെക്കാലമായി വളരെ യാത്രാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റോഡാണ്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ചാത്തന്നൂർ MLA അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ അനുവദിക്കുകയും നമ്മുടെ ആ റോഡിന് മോചനം ലഭിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിൽ നമുക്ക് ഒരുപാട് റോഡുകൾ ചെയ്യാൻ കഴിയാതെ കോൺട്രാക്ടർമാർ വർക്ക് എടുക്കുന്നതിൽ സമയബദ്ധമായി അത് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ മൂലം നമുക്ക് കോടിക്കണക്കിന് രൂപയാണ് റോഡ് ഫണ്ടിൽ അതിൽ തന്നെ നഷ്ടപ്പെട്ടത്. നമ്മുടെ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളുമായി ബന്ധപ്പെട്ട നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ പ്രാധാന്യം. പൊതുവെ PWD റോഡുകളെല്ലാം വളരെ മെച്ചപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മുമ്പൊക്കെ PWD റോഡുകൾ 3.5 മീറ്റർ വീതിയിലുള്ള റോഡുകളാണ് മുമ്പൊക്കെ PWD നിർമ്മിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് അത് 5.5 മീറ്റർ റോഡുകളായി ഡബിൾ ലൈൻ റോഡുകളായി മാറിയത്. അതിനുശേഷമാണ് BMC നിലവാരത്തിലേക്ക് റോഡുകളെ എത്തിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഗവൺമെന്റ് പോയിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിൽ PWD റോഡുകൾ 60% റോഡുകൾ BMC നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പല മേഖലകളിലും ഗ്രാമീണ റോഡുകൾ, പഞ്ചായത്തുകളുടെ ആസ്തിയിലുള്ള റോഡുകൾ പലതും മെയിൻ്റെനൻസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് കിടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അത് ത്രിതല പഞ്ചായത്ത് സംസ്ഥാനങ്ങൾ, ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെയായി ചെയ്യേണ്ട റോഡുകളാണ്. അത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ നിവേദനവുമായിട്ടൊക്കെ നമ്മളെയൊക്കെ സമീപിക്കുക സ്വാഭാവികമാണ്. അതിൽ ഒരു കാലത്തും ഇല്ലാത്തതുപോലെയുള്ള ഒരു വലിയ ഇടപെടൽ നമുക്ക് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഈ കാലയളവിൽ ഗ്രാമീണ റോഡുകൾക്ക് ഫണ്ട് അനുവദിക്കാൻ വേണ്ടി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പ്രധാനപ്പെട്ട റോഡുകൾ, പഞ്ചായത്ത് പ്രസിഡന്റുടെ അലുവാതിൽ പഞ്ചായത്തിൽ റോഡുകളെ കുറിച്ച് പറഞ്ഞു. എല്ലാ വാർഡിലും പ്രധാനപ്പെട്ട റോഡുകളെല്ലാം നമ്മൾ എടുത്ത് അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. നാടിൻ്റെ പൊതുവികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. നമ്മൾ ആ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ വാർഡിൽ തന്നെ ഏതാണ്ട് ഒരു 2 കോടിയിലധികം രൂപയുടെ റോഡുകൾ നമ്മൾ ഗ്രാമീണ പഞ്ചായത്ത് റോഡുകൾ ചെയ്ത് തീരുകയാണ്. ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ പ്രതികൾ ചെയ്യുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷ. ഇപ്പോൾ ചെയ്യുന്ന വർക്കുകളൊക്കെ നന്നായി പൂർത്തിയാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ഒരു പൊതുവികസനം, അത് ഗതാഗത സൗകര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ 2 റോഡ് കവർ ചെയ്താണ് വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നിർമ്മാണ ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കുന്നത് തന്നെ ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ്. എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം. ഈ പണിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു പബ്ലിക്കിൻ്റെ സഹായ സഹകരണം ഏറ്റവും പ്രധാനമാണ്. അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ പറഞ്ഞതുപോലെ റോഡ് ഇളക്കിയിട്ടിട്ട് ലെവൽസ് അയച്ച് അങ്ങനെയൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ എന്തുകൊണ്ടാണ് സമയം നമ്മളിപ്പോൾ റോഡ് ഇളക്കി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെവൽസ് റിപ്പോർട്ട് ചെയ്ത് പിന്നെ 7 ദിവസം കഴിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൽ സൈഡൊക്കെ ഉണ്ട്. അതൊക്കെ ഉദ്യോഗസ്ഥന്മാർക്കാണ് അറിയാവുന്നത്. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങളെ കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അനാവശ്യ വിവാദങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പോകാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി സഹകരിക്കുക. ഈ പലപ്പോഴും പല കാര്യങ്ങളും
അറിയാത്തത് കൊണ്ടാണ് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. കൃത്യമായ കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് മനസ്സിലാക്കി സഹകരിക്കാൻ കഴിയും. അതിനൊക്കെയാണ് ഇതുപോലുള്ള പബ്ലിക് മീറ്റിങ്ങുകൾ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടികൾ ജനങ്ങളെ കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നിർമ്മാണോദ്ഘാടനം ഇത്തരത്തിൽ സംഘടിപ്പിക്കുകയും എന്നെ കൂടി ക്ഷണിക്കുകയും ചെയ്ത ബന്ധപ്പെട്ട സംഘാടക സുഹൃത്തുക്കൾ, ഇപ്പോൾ പൊതുപ്രവർത്തകരെല്ലാം വളരെ നിരന്തരമായി ഈ വാർഡിലെ പൊതുപ്രവർത്തകർ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന റോഡാണ്. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യവും സഹായവും ഒക്കെ ഉണ്ട്. കക്ഷിരാഷ്ട്രീയമതീതമായിട്ട് എല്ലാവരും, ഇപ്പം ഞാനിലായാലും ബിജു സി കിഴക്കനയിലായാലും ബിജു കിഴക്കനയിലായാലും വേണു സി കിഴക്കനയിലായാലും ദേവദാസ് സാറായാലും വിക്രമനായാലും നായർ സാറായാലും എല്ലാവരും ഈ പ്രദേശത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വർക്ക് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളെ നിരന്തരമായി വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ പൊതുപ്രവർത്തകർക്കും പ്രത്യേകമായ നന്ദി, ഈ അത്തരം ശ്രദ്ധയ്ക്ക് നന്ദി പറയുന്നു. ഈ ചടങ്ങിൽ എന്നെ കൂടി ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാടിന്റെ പൊതുവികസനത്തിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ നമുക്ക് ഒരുമിച്ച് നാട്ടിലെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയണം. അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നമ്മുടെ ചാന്നാംപൊയ്യ വട്ടവിള കിഴക്കനേലപ്പാലം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.